തന്റെ ആത്മകഥയുടെ ആദ്യ ഭാഗത്തിന്റെ പ്രസിദ്ധീകരണം ഈ മാസം നടത്തുമെന്ന് ഇ.പി. ജയരാജൻ. പാർട്ടിയുടെ അനുവാദം വാങ്ങിയാകും പ്രസിദ്ധീകരണം. ആത്മകഥയുടെ പേര് നിശ്ചയിച്ചിട്ടില്ല എന്നും കട്ടൻ ചായയും പരിപ്പുവടയും എന്ന് തന്നെ പരിഹസിക്കുന്ന പേരായിരിക്കില്ല എന്നും ഇ.പി. വ്യക്തമാക്കി. പുറത്തുവന്ന ഭാഗങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ആത്മകഥയുമായി ബന്ധമില്ല എന്നും ഇ.പി. ജയരാജൻ ആവർത്തിച്ചു. ഞാനിപ്പോൾ അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഈ ഡിസംബർ മാസത്തോടുകൂടി ഡിസംബർ വരെയുള്ള അധ്യായം പൂർത്തിയാകും. പിന്നെ അതിന് ശേഷമുള്ള ഡിസംബറിന് ശേഷമുള്ള ജീവചരിത്രം അതിന് ശേഷമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഡിസംബർ വരെയുള്ള ജീവചരിത്രം തയ്യാറാക്കും. അതിന് നടപടിക്രമം അനുസരിച്ച് ഒരു പുസ്തകമായി അതിൻ്റെ രൂപത്തിലാക്കിയതിനു ശേഷം പാർട്ടിയുടെ അനുവാദം വേണം. അതിനുവേണ്ടി പാർട്ടിയുടെ അനുവാദം ചോദിക്കും. അതിനുശേഷം അതിന് മറ്റു നടപടികൾ. 2 ഭാഗങ്ങളായിട്ടാണോ ഇത് പുറത്തിറങ്ങുന്നത്? അല്ല, ചിലപ്പോൾ 2 3 ഭാഗം ഉണ്ടാകും. ഇപ്പോൾ ഡിസംബർ വരെ, അത് കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള ലൈഫ്. ആദ്യത്തേത് ഏതായാലും ഈ ഡിസംബർ അവസാനത്തോടുകൂടി പുറത്തിറങ്ങും. ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഭാഗം ഡിസംബറോടുകൂടി പൂർത്തിയാകും. അതിൽ ഡിസംബർ വരെയുള്ള ലൈഫ്. ഏതായാലും അവരത് പ്രചരിപ്പിച്ചുകൊണ്ട് അതുണ്ടാവില്ല. അത് എന്നെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് ഈ മാധ്യമ രംഗത്തുള്ളവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതിൽ പല കാര്യങ്ങളും പലരും മനസ്സിലാക്കുന്നില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.